അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് STM-F1 സീരീസിൻ്റെ ഡാറ്റ ഷീറ്റാണ്. അപ്പോൾ അതിനകത്ത് GPIയുടെ രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കണ്ടിരുന്നു. നമ്മൾ ഈ വീഡിയോയിൽ CRL CRH എന്ന് പറഞ്ഞ ആ ഒരു രജിസ്റ്ററാണ് നോക്കാൻ പോണത്. സത്യത്തിൽ അത് ഒരു രജിസ്റ്ററാണ്. CR എന്ന് പറയുന്ന ഒരു രജിസ്റ്ററിനെ രണ്ടാക്കി പാർട്ട് ചെയ്തേക്കാം, കാരണം അതിനകത്ത് തികയാത്തതുകൊണ്ട്. അതായത് STMനെ സംബന്ധിച്ചിടത്തോളം STMൻ്റെ ഡാറ്റ ഷീറ്റുകളിൽ ഒരു പോർട്ട് എന്ന് പറഞ്ഞാൽ 16 പിന്നുള്ളതുപോലെയാണ് ശരിക്കും അവർ ആ സോഫ്റ്റ്വെയർ എഴുതിയേക്കുന്നത്. സത്യത്തിൽ ഫിസിക്കലായിട്ട് ശരിക്കും 16 പിൻ ഉണ്ടാവണമെന്നില്ല. അപ്പം 8 പിന്നിന് ഒരു രജിസ്റ്ററായിട്ട് എഴുതിയേക്കുന്നത്. അതായത് CRL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 പിന്നിന് വേണ്ടി എഴുതിയേക്കുന്നത്. അതിനകത്ത് 4 ബിറ്റ് വെച്ചിട്ട് ഒരു പിന്നിലുണ്ടാവും. അതായത് മോഡ് 0, മോഡ് 1, അതുപോലെ CFN 0, CFN 1 എന്ന് പറഞ്ഞിട്ട് 4 ബിറ്റ് ഒരു പിന്നിന് വേണ്ടി കൊടുത്തിട്ടുണ്ടാവും. അപ്പം CRLനെ സംബന്ധിച്ചിടത്തോളം CRLനകത്ത് 8 പിന്നാണെങ്കിലും അതിനെ നമുക്ക് 4 ബിറ്റ് വെച്ച് ഉപയോഗിച്ചേക്കുന്ന കാരണം അപ്പോൾ 8 × 4 32 ബിറ്റ്. അപ്പോൾ ഒരു രജിസ്റ്ററിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 32 ബിറ്റായി. അതായത് ICയുടെ മാക്സിമം സൈസായി. അപ്പോൾ അവിടെ ഇനി സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അത് രണ്ടാമത്തെ പാർട്ടായിട്ട് CRH എന്ന് പറഞ്ഞിട്ട് ഒരു രജിസ്റ്ററോട് കൊടുത്തേക്കണം. അതിനകത്ത് ബാക്കി 8 കൊടുത്തേക്കുക. അതായത് 0 to 7 എന്ന് പറയുന്ന പിന്നുകൾ CRLലും 8 to 15 എന്ന് പറയുന്ന പിന്നുകൾ CRHലുമാണ്. രണ്ടും 32 ബിറ്റ്. അപ്പം ടോട്ടൽ 64 ബിറ്റ് സൈസായിരിക്കും ഈ പറയുന്ന CR എന്ന് പറഞ്ഞ രജിസ്റ്ററിനകത്ത്. അപ്പോൾ നമ്മൾ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് നമുക്ക് ഇനിയിപ്പം എങ്ങനെയാണ് ഇതിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കുന്നതൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആ പൊസിഷൻ കണ്ടുപിടിച്ചാലാണ് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ പൊസിഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പറയാം. അതായത് നമുക്ക് വേണ്ട പിൻ നമ്പർ എത്രയാണ് എന്നുള്ളത് നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ PC30 എന്ന് പറഞ്ഞൊരു പിന്നാന്ന് വിചാരിച്ചു. അപ്പോൾ C എന്ന് പറയുന്ന പോർട്ടിനകത്താണ് ഉള്ളത്. 13 ആണ് നമ്പർ. അതായത് 13 എന്ന് പറയുന്നത് 8 to 15 എന്ന് പറയുന്ന ആ ഒരു ബ്ലോക്കിലുള്ളത്. അതായത് CRHനകത്താണുള്ളത്. അത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം കേട്ടോ. വെറുതെ അത് മറ്റേ ഡാറ്റ ഷീറ്റിൽ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവത്തില്ല. നമ്മൾ ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിനകത്ത് PC13 ആണെന്ന് വിചാരിക്കും. അപ്പോൾ PC13 ആകുമ്പോൾ 13 എന്ന് പറയുന്ന വാല്യൂ എടുക്കുക, മൈനസ് ആ രജിസ്റ്ററിൻ്റെ ഫസ്റ്റ് എത്രയാണ് തുടക്കം ഇൻഡെക്സ് നമ്പർ എത്രയാണ് നോക്കുക. 8 ആണ്. 8 to 15 ആണ്. അതുകൊണ്ട് 8 ആണ്. അപ്പം 13 - 8 = 5 നമുക്ക് കിട്ടി. നമുക്ക് 4 ബിറ്റും ഉണ്ട്. അപ്പോൾ 5 × 4 അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 20 ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ PC13ൻ്റെ ബിറ്റ് പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 20ലാണ്. 20 നിന്ന് അങ്ങോട്ട് ഇടത്തോട്ട് 4 ബിറ്റ് മുന്നോട്ട് പോകും. അതാണ് ഈ പറയുന്ന PC13ൻ്റെ പൊസിഷൻ. അപ്പോൾ ഇങ്ങനെയാണ് പൊസിഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പം നമ്മൾ CRHൻ്റെ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് CRH എങ്ങനെ കോൺഫിഗർ ചെയ്യാം, CRL എങ്ങനെ കോൺഫിഗർ ചെയ്യുന്നതെന്ന് നോക്കാം.